Prithvinarayan's വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എടക്കൽ ഗുഹയാണ്. അത് വയനാട് ജില്ലയിലെ തേമ്പൂത്തെ മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വരിക, അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്താം. അതിന് വേണ്ടത് അവിടെ എന്ന് പറഞ്ഞ എടക്കൽ ഗുഹയില്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഗേറ്റിന്റെ അവിടെ പനിയുണ്ടോ ഫീവർ ഉണ്ടോ എന്നൊക്കെ പരീക്ഷിക്കും, അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് വലിച്ചെറിയാൻ പാടില്ല. നമ്മളൊരു ചേട്ടൻ്റെ ഒരു ബബിൾ മേക്കർ മേടിക്കുകയാണ്. ഇത് നല്ലൊരു സംഭവമാണ്. ഇത് പിന്നെ അത്രയ്ക്ക് നല്ലതാണ്. പിന്നെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും കാണിക്കുക. ചേട്ടൻ പയ്യെ ഇങ്ങനെ വീശിയ കുറേ വലിയ ബബിൾസ് ഒക്കെ വരും. കണ്ടോ? എല്ലാവർക്കും പറ്റിയത് ഇത് 6000 വർഷങ്ങൾക്ക് മുമ്പ് നവീന ശിലായുഗ മനുഷ്യർ ഇവിടെ താമസിച്ചിരുന്നു തോന്നിക്കകത്ത്. അപ്പൊ അന്ന് അവർ കല്ലിന്റെ ഉളികൾ കൊണ്ട് കോരി വച്ചുണ്ടാക്കിയ ചിത്രങ്ങളാണ്. കേട്ടല്ലോ ഗൈസ്. അപ്പൊ ഇത് ഈ എടക്കൽ ഗുഹ എത്ര പഴക്കാന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അതാണ്. ഹലോ ഗൈസ്, ഇപ്പോൾ ചേട്ടന്റെ വിവരമൊക്കെ ഞങ്ങൾ അറിഞ്ഞു.
ഇത് സമുദ്രി നിരപ്പിന് 4000 അടി ആളാണ്. പിന്നെ ഫോസറ്റ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹം ഒരു പോലീസായിരുന്നു, വേട്ടയ്ക്ക് ഇവിടെ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അറിയാതെ ഇത് കണ്ണിപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മനുഷ്യനിർമ്മാണമല്ല. എൻ്റെ പഴയ കഥ പറഞ്ഞാൽ പണ്ട് കണ്ടൊരു ഭൂകമ്പം വന്നപ്പോൾ ഒരു പാറ രണ്ടായി പിളർന്ന് ഒരു പാറ വന്ന് അവിടെ ഉരുണ്ട് വന്ന് ഇരുന്നു. അതുകൊണ്ടാണ് ഇവിടെ എടക്കൽ ഗുഹാന്ന് പേര് കിട്ടിയത്. എൻ്റെ ഫൗണ്ടൻസ് ഇവിടെ പതിച്ചേക്കുവാണ്. കണ്ടോ കണ്ടോ എൻ്റെ പതിച്ചേക്കുവാണ് ഗായ്സ്. ചാടിക്കറണം. എൻ്റെ ബബിൾ മേക്കറും കണ്ടോ പുതിയ ഞാൻ ഒരു ചേട്ടൻ്റെ വിളിച്ച എൻ്റെ ഇവിടെയാണ് നമുക്കൊന്ന് കയറാം. എന്നിട്ട് എൻ്റെ ഫോണെടുത്ത് ഞാനൊന്ന് ഇച്ചിരി ഫോട്ടോ ഒക്കെ എടുക്കാം. ഇത് എൻ്റെ സ്വപ്നാണോ എന്ന് തന്നെ എനിക്കറിയില്ല. എനിക്ക് ഇതും കിട്ടി. നോക്കി എന്നാ വ്യൂ ആണ് ഇവിടെ. എൻ്റെ ദൈവമേ, ഇതിനൊക്കെയാണ് അമ്പൂത്തിനടയെന്ന് പറയുന്നത്. വാ നമുക്ക് പോവാം ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ്. ഇത്രയും നേരം നമ്മൾ ഇവിടെ കൂടെയൊക്കെ നടന്നു വന്നില്ലേ, അതുകൊണ്ട് നമ്മളിപ്പോൾ സാനിറ്റൈസർ ഇടണം കയ്യിൽ. ഇത്രയും നേരം തൂണയിലൊക്കെ പിടിക്കുന്നുണ്ടോ അറിയാതെ. ഒരു കഴിച്ച് നമുക്കൊന്ന് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വെക്കാം. ഇച്ചിരി ഉടുപ്പിലൊക്കെ ആക്കിക്കോ. ഇവിടെ ഹലോ ഗൈസ്, അപ്പോൾ ഇവിടെ ഉള്ളത് ശിലാലിഖിതങ്ങളാണ്.
പറയുന്നത്. ഇത് സത്യമാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല, നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ ഇത് സർക്കാരിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ